ഓയ് പിന്നെ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻ നോക്കാം. പരീക്ഷയാണ്, പഠിക്കണം അല്ലേ? പേടിയുണ്ടല്ലേ? ഇതാ കേട്ട ക്വസ്റ്റ്യൻ ഇതാ 0.333 പ്ലസ് 0.777. നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇങ്ങനെ നമ്പേഴ്സ് റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ അവിടെ മനസ്സിലാക്കിക്കോ, ഡിനോമിനേറ്ററിൽ 9 വരണം. ഡിനോമിനേറ്ററിൽ 9 ഉണ്ടെങ്കിൽ റിപ്പീറ്റ് ചെയ്യും. റിപ്പീറ്റ് ചെയ്ത നമ്പറാണ് മുകളിൽ എഴുതുന്നത്. ഇത് 9 മാത്രമുള്ള പ്രത്യേകത കേട്ടോ, ഒന്ന് പഠിച്ചു വെക്കാം. അതുപോലെ 0.777 എന്ന് പറഞ്ഞാൽ എന്തെന്നാ, നിങ്ങളൊന്ന് പറ. 0.777 എന്ന് പറഞ്ഞാൽ എന്താ? ഇതാ ഇവിടെ പ്ലസ് നടക്കുന്നുണ്ട്, 7 എഴുതുന്നു. റിപ്പീറ്റ് ചെയ്യണമെങ്കിൽ താഴെ 9 വരണം. അതായത് 7 ആണ് റിപ്പീറ്റ് ചെയ്യുന്നത്, അതുകൊണ്ട് 7. 3 ആണ് റിപ്പീറ്റ് ചെയ്യുന്നത്, 3 മോൾ. എന്നിട്ട് 9 റിപ്പീറ്റ് ചെയ്യണമെങ്കിൽ വരണം. ഈ ഒരു ലോജിക് ഉണ്ടെങ്കിൽ ഒരേ പൊളി, സെറ്റാണ്. ഇതാ കണ്ടോ, സെയിം നമ്പർ എഴുതുന്നു, എന്നിട്ട് 3ഉം 7ഉം കൂടെ കൂട്ടുന്നു. ഡിനോമിനേറ്റർ സെയിം ആണെങ്കിൽ, ഛേദം സെയിം ആണെങ്കിൽ അത് എഴുതുക. 3ഉം 7ഉം കൂട്ടിയാൽ 10/9. പെട്ടു എന്ന് തോന്നിയില്ലേ? പെട്ടിയില്ല. 10/9ന്റെ ദശാംശം ഡെസിമൽ എഴുതണം. എന്താ അറിയോ? അപ്പൊ 9 താഴത്ത് വന്നുകൊണ്ട് മുകളിലുള്ള നമ്പർ റിപ്പീറ്റ് ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണേ. 9ൽ 9 എത്ര തവണ ഉണ്ട്? 1. ആ 1 എഴുതിയിട്ട് 9നോട് എന്ത് ചെയ്താൽ 10 കിട്ടും? ഒരു 1 കൂട്ടിയാൽ. അതായത് 9/9 1ആണ്. എന്നിട്ട് ഒരു സാധനം കൂടെ ഏറെ ഉണ്ടല്ലേ, അപ്പൊ 0.1111 കുത്തു. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ 11/9 എന്ന് പറഞ്ഞാണ് നമുക്ക് കിട്ടിയതെങ്കിൽ നിങ്ങൾ എങ്ങനെ ചെയ്യാം? 1 ഇത് തമ്മിലുള്ള ഡിഫറൻസ് എത്രയാടാ? അങ്ങനെ പഠിച്ചു വെച്ചോ. അപ്പോൾ 9നോട് 9/9 1ആണ്. എന്നിട്ട് 2ഉം കൂടെ കൂട്ടി കൊടുക്കുക. ആ 2 ആയിരിക്കണം റിപ്പീറ്റ് ചെയ്യേണ്ടത്. കൂട്ടിക്കൊടുക്കണ നമ്പറാണ് ഒരേപോലെ റിപ്പീറ്റ് ചെയ്യേണ്ടത്. അപ്പൊ ഇവിടെ ഇതായതുകൊണ്ട് ഇതാണ് ആൻസർ. 1ആണ് ആ ഒരു തമ്മിൽ കൂട്ടിക്കൊടുക്കണം. റെഡിയാണോ? അപ്പൊ ഒരു ചോദ്യം എന്താ, ഇതിന് ആൻസർ ആയിട്ട് നിങ്ങൾ കമന്റ് സെക്ഷനിൽ നിങ്ങൾ ഒരേ പുള്ളിയായിട്ട് എഴുതുക. ഞാൻ ചോദ്യം തരാം. ഇതാണ് ചോദ്യം. 0.222 കുത്തു പ്ലസ് 0.444 കുത്തു. വേഗം കമന്റ് സെക്ഷനിൽ ഫീഡ്ബാക്കിന് കൂടുതൽ ഞാൻ വേഗം ലൈവിലേക്കുള്ള സാധനം സെറ്റാക്കി വരാം. ബൈ.